Hello friends, welcome to AutoCAD online training presented by BIMLABS Engineering Services Private Limited. BIMLABS is an Autodesk authorized learning partner. I am Sameera working as a senior technical engineer at BIMLABS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AutoCAD Dimension Styles Part 2 ആണ്. അതായത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് AutoCADന്റെ Dimension Styles എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തുള്ള സെറ്റിംഗ്സ് ആയിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ പാർട്ട്. ഓക്കെ. So, നമ്മൾ dimension സ്റ്റൈൽസിനകത്ത് ഒരു പുതിയ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനെ മോഡിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈൻസ്, സിംബൽസ് ആൻഡ് ആരോസ്, ടെക്സ്റ്റ്, ഫിറ്റ്, പ്രൈമറി യൂണിറ്റ്സ് കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി ലൈൻസ് ആൻഡ് സിംബൽസ് ആൻഡ് ആരോസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നെക്സ്റ്റ് ഇവിടെ ആർക്ക് ലെങ്ത് സിംബൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ കാണാൻ വരുന്നത് റേഡിയസ്, ജോഗ് ഡയമെൻഷൻ, ജോഗ് ആംഗിൾ ആണ്. ജോഗ് ഡയമെൻഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡയമെൻഷൻസിനകത്ത് ജോഗ്ഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇൻ കേസ് നമുക്ക് ഒരുപാട് ഡയമെൻഷൻസ് ഒക്കെ കൂടി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു സർക്കിളിന്റെയോ ആർക്കിന്റെയോ ഡയമെൻഷൻസ് കുറച്ചധികം മാറ്റി ജോഗ്ഡ് ഡയമെൻഷൻ എടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ ഒരു സർക്കിളിനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഡയമെൻഷൻ കാണിക്കേണ്ട ഒരു മാക്സിമം ഒരു എൻഡ് പോയിന്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഡയമെൻഷൻ വരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ആ ഒരു ബ്രേക്ക് ലൈൻ സിമ്പിൾ എവിടെയാണോ കാണിക്കേണ്ടത് ആ ഒരു പോർഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഡയമെൻഷൻ സ്റ്റൈൽ എടുക്കുമ്പോൾ ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്യുവാണ്. സോ ഈ സിംബൽസ് ആൻഡ് ആരോസിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് ആണ് റേഡിയസ് ഓഫ് ജോഗ് ഡയമെൻഷൻ. ഇപ്പൊ കിടക്കുന്ന ജോഗ് ആംഗിൾ 45 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്ന ജോഗ് ഡയമെൻഷനകത്തുള്ള ആംഗിൾ 45 ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഡയമെൻഷൻ ഈ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മളിവിടെ ഒരു ജോഗ് റേഡിയസ് ജോഗ് ഡയമെൻഷൻ ചേഞ്ച് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു 90 ഡിഗ്രി കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. സെറ്റ് കറണ്ട് കൊടുത്തു. ക്ലോസ് ചെയ്തു. വേറൊരു ജോഗ് ഡയമെൻഷൻ എടുക്കുവാണ്. സെയിം സർക്കിളിനെ സെലക്ട് ചെയ്തു. ഒരു ഔട്ടർ പോയിന്റിനെ ചൂസ് ചെയ്തു. കണ്ണിട്ട് പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ ഈ ഒരു ബ്രേക്ക് കാണിക്കുന്നത് 90 ഡിഗ്രിയിലാണ്. ഇതാണ് നമ്മുടെ ജോഗ് റേഡിയസ് ഡയമെൻഷൻ. നെക്സ്റ്റ് ഞാൻ ഡയമെൻഷൻ സ്റ്റൈൽ അഗൈൻ എടുക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞ ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ ലൈനിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ടെക്സ്റ്റ്, ഡയമെൻഷൻ ടെക്സ്റ്റ്. അതിന്റെ ടെക്സ്റ്റ് സ്റ്റൈൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഡയമെൻഷൻ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അഥവാ ചെയ്തിട്ടില്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ളൊരു സ്റ്റൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. ഇപ്പൊ ഞാൻ സ്റ്റാൻഡേർഡ് നമുക്ക് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള 2 സ്റ്റൈൽസ് ആണ് സ്റ്റാൻഡേർഡ് അനോട്ടേറ്റീവ്. ഇതിനകത്തുള്ള ഏതെങ്കിലും സ്റ്റൈൽസ് ആണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഹൈറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ല നിങ്ങളൊരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ സ്റ്റൈൽ എടുക്കുക. ഇപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്റ്റൈൽ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ കൊടുത്തു. ഞാനിവിടെ ടെക്സ്റ്റ് ഹൈറ്റ് ഒരു 25 കൊടുത്തു. ഫോണ്ട് സ്റ്റൈലൊക്കെ കറസ്പോണ്ടിങ് നിങ്ങളുടെ റിക്വയർമെന്റ് പോലെ സെലക്ട് ചെയ്യുക. അപ്ലൈ കൊടുത്തു. ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് സ്റ്റൈൽ ചൂസ് ചെയ്യുവാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ടെക്സ്റ്റ് ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എന്ത് ടെക്സ്റ്റ് ഹൈറ്റ് ആണോ കൊടുത്തത് അതിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ടെക്സ്റ്റ് ഡയമെൻഷൻ്റെ ആ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അഗെയിൻ ആ ഒരു ടെക്സ്റ്റ് സ്റ്റൈലിനകത്ത് പോയിട്ട് മാത്രമേ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ ടെക്സ്റ്റിന്റെ കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ടെക്സ്റ്റ് ഇരിക്കുന്ന പോർഷൻ കളർ കൊണ്ട് ഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിൽ കളറിനകത്ത് ഒരു കളർ ചൂസ് ചെയ്യാം. ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നീട് ടെക്സ്റ്റ് പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ വെർട്ടിക്കൽ ടെക്സ്റ്റ് എബോ ആണ് കിടക്കുന്നത്. ഞാനിപ്പോൾ സെന്റേർഡ് ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഡയമെൻഷന്റെ സെന്ററിലായിട്ടാണ് ഇപ്പൊ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നത്. എബോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷന്റെ മുകളിലായിട്ടായിരിക്കും ആ ഒരു ടെക്സ്റ്റ് പ്ലേസ് ആവുക. അതുപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് അലൈൻമെന്റ് ഹൊറിസോണ്ടൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ എല്ലാ ഡയമെൻഷൻ ടെക്സ്റ്റും ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും പ്ലേസ് ആകുന്നുണ്ടാവുക. അതേസമയം നമ്മളിവിടെ അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ലൈനുമായിട്ട് അലൈൻഡ് ആയിട്ടായിരിക്കും, അതിന് മുകളിലായിട്ടായിരിക്കും അലൈൻ ചെയ്ത് മുകളിലായിട്ടായിരിക്കും ടെക്സ്റ്റ് പ്ലേസ് ആവുക. പിന്നെ ഇവിടെ ഉള്ളത് ISO സ്റ്റാൻഡേർഡ് ആണ്. ഈ ഒരു സർക്കിളിന്റെ ഡയമെൻഷൻ ഈ ഒരു ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും.
ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലായിട്ടാണ് ആ ഒരു റേഡിയസ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ISS സ്റ്റാൻഡേർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു സെറ്റിംഗ്സ് മാറാതെ തന്നെ റേഡിയസ് അതിന്റെ ആ ഒരു ലാൻഡിങ്ങിന് മുകളിലായിട്ട് പ്ലേസ് ആവുന്ന രീതിക്ക് ഒരു സ്റ്റൈൽ മാറും. പിന്നുള്ളത് ഓഫ്സെറ്റ് ഫ്രം ഡയമെൻഷൻ ലൈൻ ആണ്. അതായത് ടെക്സ്റ്റ് ഡയമെൻഷൻ ലൈനിൽ നിന്നും എത്ര മുകളിലായി എത്ര ഓഫ്സെറ്റ് മാറിയിട്ടാണ് ടെക്സ്റ്റ് പ്ലേസ് ആകേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ ആണിത്. ഇനിയിപ്പോൾ 5 ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും 5 ഡിസ്റ്റൻസ് മുകളിലായി ഡയമെൻഷൻ ലൈനിന്റെ മുകളിലായിട്ടായിരിക്കും ആ ഒരു ടെക്സ്റ്റ് പ്ലേസ് ആവുക. അത് നമ്മുടെ റിക്വയർമെന്റ് പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് ഫിറ്റ് ഓപ്ഷൻ ആണ്. ഫിറ്റ് ഓപ്ഷനകത്താണ് നമ്മളിവിടെ ഒരു യൂസ് ഓവറോൾ സ്കെയിൽ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഡയമെൻഷന്റെ സ്കെയിലൊക്കെ ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് മാറ്റിയത് ഈ ഒരു സെറ്റിംഗ്സ് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളത് ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഡ്രോ ഡയമെൻഷൻ ലൈൻ എക്സ്റ്റൻഷൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു സർക്കിളിന്റെ മാർക്ക് സെന്റർ മാർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സിമ്പിൾസ് ആൻഡ് ആരോസിനകത്ത് പോയിട്ട് ഇതിന്റെ മാർക്കിന്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടി കൊടുക്കുക. ഞാൻ ഒരു 5 കൊടുത്തു. ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, കുറച്ച് സൈസ് അതിന് കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ആരോ സൈസ് ഞാനിപ്പോ ഒന്ന് കൂട്ടുവാണ്. ഒരു 8 കൊടുത്തു. അതിന്റെ ആരോ സൈസ് മാറിയിട്ടുണ്ട്. ഒരു 15 കൊടുത്തു. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കി വേണം അതിന് ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം ഫിക്സ് ചെയ്യേണ്ടിയുള്ളത്. ഫിറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഫൈൻ ട്യൂണിങ്ങിനകത്ത് ഡ്രോ ഡയമെൻഷൻ ലൈൻ ബിറ്റ്വീൻ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ, ചിലപ്പോൾ ഈ ഒരു സർക്കിളിന്റെ കേസിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ആർക്കിന്റെ കേസിൽ അതൊരു സർക്കിളിന്റെ റേഡിയസ് ആണെന്ന് വിചാരിക്കാം. ഉള്ള സർക്കിളിനെ ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേഡിയസ് അതിന് ഔട്ട് സൈഡ് ആയിട്ടായിരിക്കും പ്ലേസ് ആവുക. അപ്പൊ എവിടെ നിന്നാണ് ആ ഒരു മാർക്ക് പോയിട്ട് കറക്റ്റ് ആ പോർഷനിൽ നിന്ന് എക്സ്റ്റൻഷൻ ലൈൻ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എവിടെ നിന്നാണോ ആ ഒരു എന്തിന്റെ ഡയമെൻഷൻ ആണ് എടുക്കുന്നത് അതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് കൊണ്ട് എക്സ്റ്റൻഷൻ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് കാണിക്കും. ഇതൊരു ഓപ്ഷൻ ആണ്. പിന്നെ ടെക്സ്റ്റ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റ് എവിടെ പ്ലേസ് ആകണം, ബിസൈഡ് ദ ഡയമെൻഷൻ ലൈൻ, ഓവർ ഡയമെൻഷൻ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ റിക്വയർമെന്റ് പോലെ ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് പ്രൈമറി യൂണിറ്റ്സ് ആണ്. പ്രൈമറി യൂണിറ്റ്സിനകത്ത് നമ്മുടെ യൂണിറ്റ് ഫോർമാറ്റ് ഡെസിമൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ പോലെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ആണുള്ളത്. അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഡെസിമൽ ആണ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രിസിഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ പല പ്രിസിഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രിസിഷനിലോട്ട് അതിന്റെ ഫോർമാറ്റിനെ സെലക്ട് ചെയ്യുക. ഡെസിമൽ സെപ്പറേറ്റർ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. 141,1 അതായത് ഡെസിമലിനെ സെപ്പറേറ്ററിനെ കാണിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. അതിനെ പോയിന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പീരീഡ് കൊടുക്കുക. സ്പേസ് ആണ് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ പീരീഡ് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം AutoCAD ഒരു യൂണിറ്റ്ലെസ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സെന്റിമീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ മീറ്ററിലാണോ വരയ്ക്കേണ്ടത് എന്നുള്ള ഡയമെൻഷന്റെ കൂടെ അതിനാണ് സ്പെസിഫൈ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സഫിക്സ് ആയിട്ട് അതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ സെന്റിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. പ്രിവ്യൂ ബോക്സിനകത്ത് ഡയമെൻഷന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ട് സെന്റിമീറ്റർ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സഫിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് സഫിക്സ് ആയിട്ടും അതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡയമെൻഷന്റെ കൂടെ പ്രിഫിക്സോ സഫിക്സോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് മെഷർമെന്റ് സ്കെയിൽ ആണ്. അതായത് നമുക്ക് ഡയമെൻഷൻസ് നമുക്ക് എന്ത് രീതിക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡ്രോയിങ്ങിനകത്ത് ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വരച്ചതൊരു 10 സെന്റിമീറ്ററിന്റെ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 100 ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്കെയിൽ ഫാക്ടർ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ സ്കെയിൽ ഫാക്ടർ ഇപ്പോൾ 1 ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാൻ 10 ആക്കി കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഡയമെൻഷൻ പ്രിവ്യൂ 1410 പോലെ, അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഡയമെൻഷൻസും അതുപോലെ ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ വരച്ചത് ഏതൊരു ഡ്രോയിങ് ഏതൊരു ഡയമെൻഷൻസ് മെഷർമെന്റ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അതിന്റെ സ്കെയിലിനെ നമുക്ക് ഇവിടെ സ്കെയിൽ ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നത് വഴി ഇരട്ടിയോ അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് വേണമെങ്കിലും ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത ഡയമെൻഷൻസിനെ നമുക്ക് വിസിബിൾ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ സീറോ സപ്രഷൻ. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഒരു 200ന്റെ ഒരു ലൈനിനെ മെഷർ ചെയ്യുമ്പോൾ 200 ഇവിടെ എത്ര പ്രിസിഷൻ ഉണ്ട്, ഇവിടെ 2 പ്രിസിഷൻ ആണുള്ളത്. അപ്പൊ 200.00 എന്നായിരിക്കും കാണിക്കുക. അതിനകത്ത് സീറോസിനെ സപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രെയിലിംഗ് ഓൺ ആക്കി കൊടുത്താൽ 200 എന്ന് മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെയുള്ള ലീഡിങ്ങിനെയും ട്രെയിലിങ്ങിനെയും ഒക്കെ സപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണിത്. അതുപോലെ ആംഗുലർ ഡയമെൻഷൻസിന്റെ യൂണിറ്റ് ഫോർമാറ്റ്, ആംഗുലർ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് ഫോർമാറ്റ് റേഡിയൻസിലോ ഡിഗ്രീസിലോ എന്താണെന്ന് വിചാരിച്ച് നമുക്ക് അത് കൊടുക്കാം. അതിന്റെ സീറോസിനെ സപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിന്റെ പ്രിസിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ഉള്ളത് ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ് ആണ്. ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്കൊരു ഇതിന്റെ കൂടെ തന്നെ ഒരു ഓൾട്ടർനേറ്റ് യൂണിറ്റും കൂടെ ഡിസ്പ്ലേ ആകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഓൾട്ടർനേറ്റ് യൂണിറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക.
യൂണിറ്റ് ഫോർമാറ്റ് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന ഡയമെൻഷന്റെ കൂടെ ബ്രാക്കറ്റിലോട്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഡയമെൻഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ മൾട്ടിപ്ലയർ ഫോർ ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ് ആണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. പ്രിസിഷൻ ഇവിടെ നിന്ന് കൊടുക്കാം. ഫീറ്റിനും ഇഞ്ചസിലുമാണ് ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് എത്രയാണോ നമുക്ക് സെന്റിമീറ്ററിലാണ് അതിന്റെ ഡയമെൻഷൻ കാണിക്കുക എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഫീറ്റ് ആൻഡ് ഇഞ്ചസ് അത് ബ്രാക്കറ്റിൽ കാണിക്കും. 0 സപ്രഷൻസിന് ട്രെയിലിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പ്ലേസ്മെന്റ് ആഫ്റ്റർ പ്രൈമറി വാല്യൂ നമ്മൾ നേരത്തെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മെയിൻ പ്രൈമറി വാല്യൂവിന് ശേഷമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ പ്രൈമറി വാല്യൂ കൊടുക്കുക. ബിലോ പ്രൈമറി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡയമെൻഷന്റെ താഴെയായിട്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റ് കൂടി കാണിക്കുന്നതായിരിക്കും. പിന്നുള്ളത് ടോളറൻസ് ആണ്. കൂടുതൽ മെക്കാനിക്കൽ ഡ്രോയിങ്സിനകത്തേക്ക് ഡീവിയേഷൻ പ്ലസ് ഓർ മൈനസ് വാല്യൂസ് കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ടോളറൻസ് ഡയലോഗ് ബോക്സ് യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡീവിയേഷൻ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിസിഷൻ അപ്പർ വാല്യൂ ലോവർ വാല്യൂ. ഞാനിപ്പോൾ അപ്പർ വാല്യൂ ആയിട്ട് ഓൾട്ടർനേറ്റ് യൂണിറ്റ് ഓഫ് ചെയ്യുവാണ്. ടോളറൻസിനകത്ത് ഒന്ന് അപ്പർ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പർ വാല്യൂ 0.5 കൊടുത്തു. അതിൽ 0.001 കൊടുത്തു. ലോവർ വാല്യൂ ആയിട്ട് 0.002 കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. റിവ്യൂ കുറച്ച് നമ്മുടെ ലൈനിന്റെ നമ്മുടെ മെയിൻ ഡയമെൻഷന്റെ കുറച്ച് മുകളിലായിട്ടാണ്, മുകളിലും താഴെയായിട്ടുമാണ് ഇങ്ങനെ അപ്പർ വാല്യൂ ലോവർ വാല്യൂ വന്നിരിക്കുന്നത്. അതിന്റെ ഹൈറ്റിന്റെ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ 0.5 കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു മെയിൻ ഡയമെൻഷന്റെ അലൈൻ ആകുന്ന രീതിക്ക് രണ്ടും കൂടെ നിൽപ്പുണ്ടാകും. അതുപോലെ ടോളറൻസ് അലൈൻമെന്റ്, അലൈൻ ഡെസിമൽ സെപ്പറേറ്റേഴ്സ്. ഇപ്പൊ ഡെസിമൽ സെപ്പറേറ്റേഴ്സ് ഞാനിപ്പോ ഓക്കെ കൊടുത്തു, സെറ്റ് കറണ്ട് കൊടുത്തു, ക്ലോസ് ചെയ്തു. ഡയമെൻഷൻസ് ഒത്തിരി സ്റ്റൈലൊക്കെ ഒത്തിരി വലുതായി പോയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഡയമെൻഷൻ സ്റ്റൈൽ എടുക്കുവാണ്. മോഡിഫൈ ചെയ്തു. ടെക്സ്റ്റ് ഓപ്ഷനകത്ത് ടെക്സ്റ്റിന്റെ ഹൈറ്റ് ഒരു 10 കൊടുത്തു. അപ്ലൈ, സെറ്റ് കറണ്ട്, ക്ലോസ്. ഓക്കെ, സെറ്റ് കറണ്ട്, ക്ലോസ്. ഇച്ചിരി ചെറുതായിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വലിയ സൈസ് തന്നെയാണിത്. ഞാനൊരു വലിയൊരു റെക്ടാങ്കിൾ വരയ്ക്കുവാണ്. ഇതിന്റെ ഡയമെൻഷൻ എടുത്തു, പ്ലേസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ് ഡീവിയേഷൻ +0 -0 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ അതിന്റെ ഡെസിമൽ വെച്ചിട്ടാണ് അത് അലൈൻ ആകേണ്ടത് എന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ വാല്യൂസിനകത്ത് അലൈൻ ഡെസിമൽ സെപ്പറേറ്റർ വെച്ച് അലൈൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്പറേഷണൽ സിമ്പിൾസ്, അതായത് പ്ലസ് മൈനസ്, ആ ഒരു ഓപ്പറേഷണൽ സിമ്പിൾസ് വെച്ച് അലൈൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സീറോസിനെ സപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രെയിലിംഗ് ഓൺ ആക്കുക. അതുപോലെ ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ് ഇവിടെ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സീറോസിനെ സപ്രസ് ചെയ്യാനൊക്കെ പ്രിസിഷൻ സെലക്ട് ചെയ്യാനും സീറോസിനെ സപ്രസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. കറസ്പോണ്ടിങ് കാര്യങ്ങൾ നിങ്ങൾ റിക്വയർമെന്റ് അനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡയമെൻഷൻ സ്റ്റൈൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ലൈൻസിന്റെ സെറ്റിംഗ്സ്, എക്സ്റ്റൻഷൻ ലൈൻസിന്റെ സെറ്റിംഗ്സ്, സിമ്പിൾസ് അതിന്റെ സെറ്റിംഗ്സ്, ടെക്സ്റ്റ്, ഫിറ്റ് ഓപ്ഷൻസ്, പ്രൈമറി യൂണിറ്റ്സ്, ഓൾട്ടർനേറ്റ് യൂണിറ്റ്സ്, ടോളറൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.